ഹായ്, ഞാൻ Dr.Reema Padmakumar. നമുക്ക് വീണ്ടും ഒരു ഹെയർ സ്റ്റൈലിലേക്ക് പോവാം. ലോ ബൺ വിത്ത് കേൾസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത്. കേൾസ് ചെറിയ ഏറ്റവും നമ്പർ 30 ടോങ്സ് വെച്ചിട്ട് കേളിംഗ് മെഷീൻ വെച്ചിട്ട് ചെറിയ കേൾസ് ഉണ്ടാക്കി ആ കേൾസ് പിന്നപ്പ് ചെയ്ത് ആ പുട്ടപ്പിന് പുറത്ത് പിന്നപ്പ് ചെയ്ത് ഒരു നല്ലൊരു ബൺ, ഒരു മെസ്സി സ്റ്റൈൽ എന്ന് വേണമെങ്കിൽ പറയാം. മോഡേൺ ഡ്രസ്സിനൊക്കെ കൂടെ ഈ ഹെയർ സ്റ്റൈൽ വളരെ മാച്ച് ആവുന്നതാണ്. നമുക്കപ്പോൾ ഹെയർ സ്റ്റൈലിലോട്ട് കിടക്കാം. ഫ്രണ്ടിൽ ഇയർ ടു ഇയർ ഹെയർ എടുത്ത് മിഡിൽ പാർട്ടീഷൻ ചെയ്ത് ഇട്ടിരിക്കും. പിന്നെ ബാക്കിലെ മുടി എടുത്ത് ഒരു ഹൈ പോണി ചെയ്യും. പോണിയുടെ അടിഭാഗത്ത് ഒരു ഡോണറ്റ് ഫിറ്റ് ചെയ്തു. ഹൈ പോണി ചെയ്തിട്ട് പോണിയുടെ അടിയിലായിട്ടൊരു ഡോണറ്റ് ഫിറ്റ് ചെയ്തു. നന്നായിട്ട് വെച്ചു. ഡോണറ്റ് നന്നായിട്ട് നല്ല വെച്ചിട്ട് ഇവിടെ ഒരു റബ്ബർ ഇത് ഓരോന്നായിട്ട് ഇങ്ങനെ കേൾസ് ചെയ്യും. ഇങ്ങനെ ഗ്രൗണ്ട് സെക്ഷൻ കംപ്ലീറ്റ് ഇങ്ങനെ കേൾസ്. ഈ സൈഡ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഈ സാധനം അടുത്ത സൈഡിൽ ചെയ്യണം. ക്രൗഡ് ഏരിയ കംപ്ലീറ്റ് ഓരോ കേൾസും ഇങ്ങനെ ഓരോന്നായിട്ട് ചെറുതാക്കി ഇളക്കി കേൾ ചെയ്ത മുടിയെല്ലാം ഇങ്ങനെ ഇളക്കിയിട്ടിട്ട് ഫിംഗർ കോമ്പിങ് ചെയ്ത് ഒതുക്കണം. ഫിംഗർ കോമ്പിങ് ചെയ്ത് ഇവിടെ പിൻ ചെയ്ത് വെക്കാം. ബണ്ണിൻ്റെ പുറത്ത് ഫിറ്റ് ചെയ്ത് വെച്ച് തിരിച്ചേക്ക് വെക്കാം. ഫ്രണ്ട് സെക്ഷൻ ഒരു ചെറിയ ഒരു സെക്ഷൻ മാറ്റിയിട്ടിരുന്നു. ഹെയർ ടോങ്സ് ഒന്നും ചെയ്യാതെ ഇട്ടിരുന്നു. അതിനെ ഇങ്ങനെ ചരിച്ചെടുത്ത് കുത്തി. ഇൻവിസിബിൾ പിൻ, വളരെ ചെറിയ പിന്നാണ് ഇൻവിസിബിൾ പിൻ എന്ന് പറയുന്നത്. അത് വെച്ചിട്ടാണ് ടോങ്സിനെല്ലാം ഇങ്ങനെ കുത്തി സെറ്റ് ചെയ്ത് വെക്കുക. ഇത് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റുന്നതാണ്. ഫോട്ടോഷൂട്ട്, ഒരു അഡ്വർടൈസ്മെൻറ്റിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈലാണ്.
ഫോട്ടോഷൂട്ടിനൊക്കെ ആകുമ്പോൾ കുറച്ച് ഫ്ലവേഴ്സ് ഡെക്കറേഷൻ കൂടെ വെച്ചാൽ വളരെ നന്നായിരിക്കും. പിന്നെ ഒരു സൈഡിൽ വയ്ക്കാം, റൗണ്ടിൽ വയ്ക്കാം. പിന്നെ ഇതൊരു കംപ്ലീറ്റ് വെസ്റ്റേൺ സ്റ്റൈലാണിത്. ഇതൊരു വെസ്റ്റേൺ ഹെയർ സ്റ്റൈലാണ്. ചെറിയ റോൾസ് പോലെ ഉണ്ടാക്കി ടോങ്സ് വെച്ചിട്ട് കേൾസ് എല്ലാം ചെയ്തിട്ട് അതെടുത്തൊരു പുട്ടപ്പിൽ പിന്നെ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ പിന്നെ ഇതൊരു തനി വെസ്റ്റേൺ സ്റ്റൈലാണ് ഹെയർ സ്റ്റൈൽ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ജിപ്സം ഫ്ലവേഴ്സ് എല്ലാം വെച്ച് ഒരു ഡെക്കറേഷൻ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. പിന്നെ ഫോട്ടോഷൂട്ടിന്, പരസ്യം, ആഡ് ഷൂട്ടിനൊക്കെ നല്ലൊരു ഹെയർ സ്റ്റൈലാണിത്. പിന്നെ ഈ കമ്മൽ, ഇയറിങ്സ് എന്ന് പറയുന്നത് മാല പ്രത്യേകിച്ച് ഇടാത്തത് കൊണ്ട് ഒരു വലിയ ഇയറിങ്സ് ഇട്ട് അതിനെ കുറച്ചുകൂടെ ഒരു കളർഫുൾ ആക്കിയതാണ്. ഇതെല്ലാം ഇങ്ങനത്തെ ഒരു സ്റ്റൈൽ, ഒരു മെസ്സി ബണ്ണെന്ന് പറയാം, പക്ഷെ പ്യുവർ വെസ്റ്റേൺ സ്റ്റൈലിൽ ചെയ്തൊരു ഹെയർ സ്റ്റൈലാണ്. ഇങ്ങനെയാണ് ഹെയർ സ്റ്റൈൽ ഇഷ്ടമായ? അടിപൊളിയായിട്ടുണ്ട്. സാധാരണ നമ്മള് റെഡ് റോസ് ആണ്, നോർമൽ ഫ്ലവേഴ്സ് ആണ് ഈ ഒരു അറ്റൻഡോടെ വരുന്നത്. ഇത് കുറച്ച് വെറൈറ്റി ആയിട്ട് ഇങ്ങനെ ജിപ്സും ഒക്കെ വെച്ചിട്ട് നല്ല രസമുണ്ട്. കളർ കോൺട്രാസ്റ്റ് ഒക്കെ നല്ല രസമുണ്ട്. കമ്മല് ഇതുപോലെ ഞങ്ങള് മാല ഇടാത്തതുകൊണ്ട് ആന്റി പ്രത്യേകം പറഞ്ഞു വലിയ കമ്മല് തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ്. ആന്റിയുടെ ചാനല് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള പുതിയ പുതിയ ഹെയർ സ്റ്റൈൽ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമന്റ്സ് ഇടുക അല്ലേ ആന്റി? താങ്ക് യു നീതു.